Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോർഡ് എക്സാമിൽ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് P of A is equal to 0.35, P of A intersection B is equal to 0.25, P of A union B is equal to 0.6, then find P of B and P of not B. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫോർമുല, അതായത് പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും പി ഓഫ് എ യൂണിയൻ ബിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം പി ഓഫ് ബി കണ്ടുപിടിക്കാം. ബാക്കി വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. പി ഓഫ് എ 0.35 ആണ് തന്നിട്ടുണ്ട്. ദെൻ പി ഓഫ് ബി അറിയില്ല, അങ്ങനെ തന്നെ എഴുതാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിരിക്കുന്നത് 0.25 ആണ്. അതുപോലെ പി ഓഫ് എ യൂണിയൻ ബി 0.6 തന്നിട്ടുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് പി ഓഫ് ബിയുടെ വാല്യൂ എന്താ കിട്ടുക? 0.5 കിട്ടും. ഇനി പി ഓഫ് നോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജസ്റ്റ് ബിയുടെ നോട്ട് ഓപ്പോസിറ്റ് കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ടിന്റെ സമ്മ് 1 ആയിരിക്കും. സോ പി ഓഫ് നോട്ട് ബി എന്തായിരിക്കും? 1 മൈനസ് പി ഓഫ് ബി ആണ് വരിക. അതായത് പി ഓഫ് ബി പ്ലസ് പി ഡാഷ് ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ പി ഓഫ് നോട്ട് ബി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 മൈനസ് പി ഓഫ് ബി ചെയ്താൽ മതി. ഓക്കെ, സോറി, ഇവിടെ ബി കോംപ്ലിമെന്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പി ഓഫ് നോട്ട് ബി എന്നല്ല. അപ്പോൾ പി ഓഫ് ബി പ്ലസ് പി ഓഫ് നോട്ട് ബി എന്ന് പറയുന്നത് 1 ആണ് നമുക്കറിയാം. സോ പി ഓഫ് നോട്ട് ബി എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് പി ഓഫ് ബി ആണ്. സോ 1 മൈനസ് പി ഓഫ് ബി എന്ന് പറയുന്നത് 1 മൈനസ് 0.5. പി ഓഫ് ബി ഇപ്പോൾ 0.5 കിട്ടിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മൈനസ് 0.5 എന്താ? 0.5 ആണ് ആൻസർ. സോ പി ഓഫ് നോട്ട് ബി എന്താ? 0.5. Next question, a bag contains 9 discs of which 4 are red, 3 are blue, 2 are yellow. The discs are similar in shape and size. A disc is drawn at random from the bag. Calculate the probability that it will be red, yellow, blue, not blue. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ഇപ്പോൾ ഒരു ബാഗിൽ 9 ഡിസ്ക് ഉണ്ട്. അതിൽ 4 റെഡ്, 3 ബ്ലൂ, 2 യെല്ലോ ഡിസ്ക് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് ഇതുപോലെ ആ ബാഗിൽ നിന്ന് റാൻഡം ആയിട്ട് ഡ്രോ ചെയ്യാണ് ഡിസ്ക്. ഇനി നമ്മൾ ഡ്രോ ചെയ്ത ഈ ഡിസ്ക് എന്ന് പറയുന്നത് റെഡ് ആവണമെങ്കിൽ എന്താണ് പ്രോബിലിറ്റി? അതായത് പി ഓഫ് റെഡ് ഇസ് ഈക്വൽ ടു എന്താ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്ര റെഡ് ഡിസ്ക് ഉണ്ട്? 4 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക്, അത് 9 ആണ്. സോ നമ്മൾ നോർമലി പറയാറുള്ള പോലെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ റെഡ് ആയിട്ട് വരണം. 4 റെഡ് ഡിസ്ക് ഉണ്ട്. സോ 4 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണെന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് ആണ് 9. സോ 4/9 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് പി ഓഫ് യെല്ലോ. പി ഓഫ് യെല്ലോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര യെല്ലോ ഡിസ്ക് ഉണ്ട്? 2 ആണുള്ളത്. സോ 2 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര? 9. അപ്പോൾ 2/9 ആൻസർ. ഇനി പി ഓഫ് ബ്ലൂ എന്ന് പറയുന്നത് 3 ബ്ലൂ ഡിസ്ക് ആണുള്ളത്. സോ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ 9. ഇപ്പോൾ 3 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടർ 3 ക്യാൻസൽ ചെയ്യുക. സോ നമുക്ക് 1/3 കിട്ടും. ഇനി പി ഓഫ് നോട്ട് ബ്ലൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ 1 മൈനസ് പി ഓഫ് ബ്ലൂ കണ്ടാൽ മതി അല്ലേ. ഇപ്പോൾ 1 മൈനസ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 ആണ് ആൻസർ. Next question, if A and B are two events such that P of A is equal to 0.54, P of B equal to 0.69 and P of A intersection B equal to 0.35, then find P of A or B. ഈ P of A or B എന്ന് പറയുന്നത് എന്താ? P of A union B ആണ്. ഓക്കെ, then P of not A and not B ആണ്. അതായത് not A and not B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ not A കോംപ്ലിമെന്റ് ആണ്. ആൻഡ് എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ, പിന്നെ നോട്ട് ബി പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. ഇതും കണ്ടുപിടിക്കുക. ഈ രണ്ടെണ്ണമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. അതിന്റെ ഫോർമുല എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും 0.88. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അത് ചെയ്യാൻ എന്താ? അതിനൊരു ഫോർമുല എന്താ? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ്. അതായത് പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി കാണണമെങ്കിൽ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ചെയ്താൽ നമുക്ക് കിട്ടും. സോ 1 മൈനസ് 0.88, ദാറ്റ് ഇസ് 0.12 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A and B are two events of a random experiment. If P of A is equal to 0.42, P of B equal to 0.48 and P of A and B is equal to 0.16. Find P of A or B. നേരത്തെ പറഞ്ഞ പോലെ തന്നെ P of A or B എന്ന് പറയുന്നത് P of A യൂണിയൻ B ആണ്. അതുപോലെ P of not A and not B, അതായത് P of not A and intersection not B. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് P of A യൂണിയൻ B കാണാം. ഇതേപോലെ തന്നെ സെയിം ടൈപ്പ്
P of A plus P of B minus P of A intersection B. ഈ വാല്യൂസ് എല്ലാം തന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.74 ആൻസർ കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of A complement intersection B complement. അതായത് നമുക്കറിയാം 1 minus P of A union B ആണ്. അതിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ 0.74. So 1 minus 0.74 എന്ന് പറയുന്നത് 0.26 ആണ്. Last question. If E and F are two events such that P of E is equal to 1 by 4, P of F equal to 1 by 2, P of E and F അതായത് intersection is equal to 1 by 8, find P of E or F ആണ് അതായത് union, then P of E complement intersection F complement. Okay, ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൽ P of E union F എങ്ങനെ കണ്ടുപിടിക്കാം? P of E plus P of F minus P of E intersection F. ഇതെല്ലാം തന്നിട്ടുണ്ട്. അതായത് 1 by 4 plus 1 by 2 minus 1 by 8. നമുക്ക് ആൻസർ എന്താ കിട്ടുക? LCM എടുത്താൽ 5 by 8 ആണ് കിട്ടുക. ലാസ്റ്റ് വൺ നമുക്ക് P of E complement intersection F complement കാണണം. അതായത് 1 minus P of E union F ആണ്. അതിപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 minus 5 by 8. ദാറ്റ് ഇസ് 3 by 8 ആണ് LCM എടുത്തു കഴിഞ്ഞാൽ കിട്ടുക. ഓക്കെ, താങ്ക് യു.